ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ്, ഇന്ന് നമ്മുടെ കുറേ നാളായിട്ട് നമ്മൾ പറയണതാണ് നമ്മുടെ സിനിസ്റ്ററിന് ഗ്രാഫിക്സ് അടിക്കണമെന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിക്ക് അടിക്കാമെന്നാണ് നമ്മളപ്പോഴേ സിനിസ്റ്ററിന് അടിക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, എൻ്റെ കോലമൊക്കെ നോക്കി ഫുള്ള് സ്ക്രാച്ചായിരിക്കുവാണ്. നമ്മൾ ഗ്രാഫിക്സ് അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഈ വണ്ടീൻ്റെ മേലെ ഒട്ടിച്ച് ഇതൊക്കെ ഇളക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറ്റിയ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയി സ്റ്റിക്കർ അടിക്കുക എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്യാരേജ് വണ്ടി വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ആ ഡ്രൈവർ കൊണ്ടിട്ട്, അപ്പം 3-4 ദിവസം നമ്മുടെ ഈ വണ്ടിക്ക് ട്രിപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടിടാൻ കാരണം. നമ്മുടെ മറ്റേ 2 വണ്ടിയും ട്രിപ്പ് പോയേക്കുവാണ് ഗൈസ്. ഓക്കെ, അപ്പം മറ്റേ മൂന്നാമത്തെ പുതിയൊരു ഇതാണ് ഗൈസ് ഇൻറ്റീരിയറൊക്കെ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പുതിയൊരു ഗ്രാൻഡ് BMR എടുക്കുന്ന വീഡിയോ ഇന്നലെ ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവൻ്റെ വർക്ക് ലോഡിങ് ആണ് ഗൈസ്. ഓക്കെ, അവനിപ്പം വരും, അവൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കർട്ടനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഫുള്ള് മാറ്റും. ഈ വൈറ്റ് കളറാകുമ്പോൾ എന്തെങ്കിലും സ്റ്റെയിനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ കർട്ടനൊക്കെ അങ്ങ് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫുള്ള് ഗ്രാഫിക്സ് ഒക്കെ അടിക്കാനുള്ള പരിപാടിയാണ്. ATPയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ഫുള്ള് ഗ്രാഫിക്സ് അടിക്കാനാണ് നമ്മുടെ പരിപാടി. ഓക്കെ, എന്തായാലും നമുക്ക് ബോണറ്റൊക്കെ തുറന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം ഗൈസ്. ഇന്നലെ ഇത് കുറച്ച് നമ്മുടെ ഷെഡിൽ നിന്ന് ഇങ്ങോ വരെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഓടി വന്നപ്പോഴേക്കും എൻജിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് നമ്മൾ ബോണറ്റ് ഒന്ന് തുറന്ന് വെച്ചതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നലെ മുതൽ ഇങ്ങനെ ഇരിക്കുവാണ് ബോണറ്റൊക്കെ തുറന്ന് വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ ആട്ടോ ഇറങ്ങുന്നത്. ഓക്കെ, മിക്കവാറും ഗ്രാഫിക്സ് ഒക്കെ അടിച്ച് വരുമ്പോൾ രാത്രിയാവും ഗൈസ്. ഓക്കെ, നല്ല വർക്കുണ്ട്. നമ്മളെ സ്ഥിരം പരിപാടിക്ക് നമ്മളെ വഴി മാത്രം ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാകുന്നുള്ളൂ. മുമ്പത്തെ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ഇത്രയെങ്കിലും കുറവുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് ഡോറൊക്കെ തുറന്നിട്ട് പോവാണ്. കുറച്ച് ശുദ്ധവായു കയറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് ഹോണൊക്കെ അടിച്ച് പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഹോണൊക്കെ. എങ്ങനെയുണ്ട്? എയർ ഹോണൊക്കെയാണ്. ഓക്കെ ഗീസ്, ഇതേ നമ്മുടെ BS6 വണ്ടി നമ്മളങ്ങനെ ഗ്രാഫിക്സ് അടിക്കാൻ കൊണ്ടുപോവാണ് ഗീസ്. ഓക്കെ, സാധാരണ ഈ റോഡിൽ ഈ ടൈമിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ബട്ട് ഇന്നെന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ തട്ടിയതിന് സൈഡ്. ഓക്കെ, നമ്മുടെ വണ്ടിക്ക് സൈഡൊക്കെ ഉരഞ്ഞ് പെയിൻറ്റ് പോയാലും ഒരു സീനും ഇല്ല. പക്ഷേ ഇടിച്ച് ചളുങ്ങരുത് ഗൈസ്. ഇടിച്ച് ചളുങ്ങിയാൽ നല്ല പണിയാണ്. പെയിൻറ്റ് പോയാൽ സീനില്ല. നമ്മളിപ്പം ചെന്ന് അടുത്ത് അടിച്ചിട്ട് ഗ്രാഫിക്സ് അടിക്കാൻ പോകല്ലേ, അതുകൊണ്ട് അയ്യോ. ഓക്കെ, ഈ ഒരു കോലത്തിലാണ് നമ്മുടെ വണ്ടി റോഡിൽ കൂടെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ഫുള്ള് സ്ക്രാച്ചാണ് സൈഡൊക്കെ. ഓക്കെ, അപ്പം നമ്മുടെ വേറെ വല്ല വണ്ടികൾക്ക് ഗ്രാഫിക്സ് അടിക്കണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഗ്രാൻഡ് BMR വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അവനെ നമ്മൾ ഗ്രാഫിക്സ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കളർ കോഡ് തന്നെ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അടി തട്ടി. അതൊരു കിടിലൻ വളവായിരുന്നു. നമ്മൾ സ്പീഡിൽ വന്നങ്ങ് വളച്ച്. അതെ, വീണ്ടും ഒരു വളവ്. ഓക്കെ, ഈ ഏരിയ ഫുള്ള് വളവൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഫുള്ള് നല്ല ഡേഞ്ചറസ് ഏരിയയാണ്. അതേ വരുന്നൊരു ടാങ്കർ ലോറി ട്രെയിലറാണത്.
ഓക്കെ, അപ്പം നമ്മൾ നേരെ നമ്മുടെ ഗ്രാഫിക്സ് അടിക്കുന്ന ഷോപ്പിൻ്റെ അടുത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഉച്ച ഒരു 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളെന്തായാലും അവിടെ എത്തുമ്പോൾ തിരിച്ചു പോകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നൈറ്റൊക്കെ ആവും, അത് ഉറപ്പാണ്. ഓക്കെ, ഇതേ ഇവിടെ അടുത്തായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് പോവാം. അതെ ഇവിടാണ് ഗൈസ്. ഇവിടെ ഒരു ബസ്സൊക്കെ കിടക്കുന്നു, അധികം വണ്ടിയൊന്നും ഇല്ല. ഓക്കെ, ഇതാണ് കേട്ടോ ഷോപ്പ്. ഇവിടെ വണ്ടി വാഷും ചെയ്യും. അപ്പോൾ നമുക്ക് വാഷിങ്ങൊക്കെ കഴിഞ്ഞ് പോവാം ഗ്രാഫിക്സൊക്കെ അടിച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ സിനിസ്റ്റർ നമ്മൾ ഗ്രാഫിക്സ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ അവിടെ കിടക്കട്ടെ. ദൂരെ അവിടെ ഇവിടെ ട്രെയിനൊക്കെ പോകുന്ന ശബ്ദം കേൾക്കാം നമുക്കിവിടെ. ഇവിടെ അടുത്ത റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ്, അവിടെ ആയിട്ട് ട്രെയിൻ പോകുന്നെന്ന് തോന്നുന്നു, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് എന്തുവാ നമ്മുടെ ഗ്രാഫിക്സ് അടിക്കുന്ന കാര്യം. എന്തായാലും ഒന്നുകൂടെ ഒന്ന് കയറി പറഞ്ഞിട്ടിങ്ങനെ വരാം. ഓക്കെ, ഇപ്പോൾ ഫുള്ള് സ്ക്രാച്ചാണ്. അടുത്ത നമുക്ക് ഗ്രാഫിക്സ് അടിച്ച് കഴിഞ്ഞ് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെക്കനെ ഗ്രാഫിക്സ് ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടോ. നമ്മൾ പോയി ഒരു വട്ടം കണ്ടതാണ്, എന്നിട്ട് നമ്മൾ തിരിച്ച് വന്ന് പിന്നെയും വീഡിയോ എടുക്കുവാണ് ഗൈസ്. സെറ്റല്ലേ, അടിപൊളി ഗ്രാഫിക്സ് വർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ സൈഡിൽ നമ്മുടെ എഡിഷൻ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്, സിനിസ്റ്റർ. ഓക്കെ, നമ്മുടെ സിനിസ്റ്റർ എഡിഷൻ. ഓക്കെ, ഇതാണ് കേട്ടോ ഗ്രാഫിക്സൊക്കെ. അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീൽ കപ്പൊക്കെ ഒരു മിന്നി കളറാക്കിയിട്ടുണ്ട്, ഒരു യെല്ലോ ഒരു കളർ. ഓക്കെ, നമ്മൾ നമ്പർ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി, അതൊക്കെ നമ്മൾ അഴിച്ചു വെച്ചേക്കുമായിരുന്നു. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് ഫിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ്. ഓക്കെ, ക്യാബിൻ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ക്യാബിന് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ക്യാബിനിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ എഡിഷൻ നെയിമൊക്കെ, അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അല്ലാതെ വേറെ നമ്മൾ ഈ BS6 കവറോ അങ്ങനെയൊന്നും നമ്മുടെ സ്റ്റിയറിങ്ങിന് കവറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് ഈ ഒരു പ്രീമിയം ലുക്കിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗ്രാഫിക്സൊക്കെ അടിച്ചതിൻ്റെ ഗ്ലൂവിൻ്റെയും അതുപോലെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഡോറൊക്കെ തുറന്നിട്ടേക്കുമാണ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാട്ടോ പോകേണ്ടത്. അതുവഴി നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഗൈസ്. ഇതുവഴി പോയാൽ നമ്മൾ രാവിലെ വന്നേ അതുവഴിയായിരുന്നു, അപ്പോൾ നമുക്ക് ഇതുവഴി പോവാം. ഓക്കെ, എങ്ങനെയാണ് ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ് അകത്ത്. പാട്ടൊന്നും വെക്കുന്നില്ല, കാരണം ഇപ്പം ഗ്രാഫിക്സ് അടിച്ച് കഴിഞ്ഞല്ല ഉള്ളത്. നമുക്ക് ട്രിപ്പൊക്കെ എടുക്കുന്ന ടൈമിൽ പാട്ടൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ഇവനുമായിട്ടുള്ള ട്രിപ്പൊക്കെ നമുക്ക് ഉടനെ വരുന്നതായിരിക്കും. കുറേ ട്രിപ്പൊക്കെ ഇവനുമായിട്ട് ഇനി എടുക്കണം നമുക്ക്. പരമാവധി നമുക്ക് ട്രിപ്പൊക്കെ കിട്ടുമ്പം ഞാൻ തന്നെ വണ്ടി എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പം ഡ്രൈവറൊക്കെ ഉണ്ട്, അതാണ് നമ്മളധികം ഓടിക്കാത്തത് ഗൈസ്. ഓക്കെ, അവനൊരുത്തിന് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങ് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ഹോണ്ടയുടെ ഒരു വണ്ടി, സിവിക്കാന്ന് തോന്നുന്നത്. ഓക്കെ, അവനങ്ങ് ട്രാവലറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്താൽ നോക്കിയതാണ് ഗൈസ്, നമ്മുടെ ഗ്രാഫിക്സ് പകുതി ആ ബസ്സിലിരുന്നേനെ. അവന് നമ്മൾ ഫ്രീ ആയിട്ട് ഗ്രാഫിക്സ് അടിച്ചു കൊടുത്തേനെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്.
എന്തായാലും നമ്മുടെ വണ്ടി വളച്ച് വീട്ടിൽ നമ്മുടെ ഗ്യാരേജിലേക്ക് കൊണ്ടിടാം. ഇത് അകത്തെ ലൈറ്റൊക്കെ കത്തിച്ചങ്ങ് ഇട്ടേക്കുവാണ് ഗൈസ്. ഓക്കെ ഓക്കെ നമ്മൾ ഡോറൊക്കെ അടച്ച് വരുന്ന വഴിയിൽ. ഓക്കെ ഓക്കെ ഇനി ഇത് നാളെ തന്നെ വണ്ടി കൊണ്ട് ഷെഡിലിടണം. ഇവിടെ സീനാണ്, ഇവിടെ ഇടാൻ അധികം പറ്റത്തില്ല. ഓക്കെ നമ്മുടെ ഗ്യാരേജിൽ ഇവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ ഒരു വണ്ടിക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഇവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി, ബോസോ പ്രെഡേറ്ററോ, അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കേ കിടക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എല്ലാവരെയും കൂടെ കൊണ്ടിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് എടുക്കുന്ന ഒക്കെ ടോപ്പ് ലൈറ്റ് വെക്കാത്തത് നന്നായി, ഇല്ലെങ്കിൽ അതവിടെ പറഞ്ഞിരുന്നേനെ. ഓക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ ട്രിപ്പ് എടുക്കുന്ന ടൈമിൽ ആ ട്രിപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയെ ഇവിടെ കൊണ്ടിടാനായിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയൊരു സെറ്റപ്പ് നമ്മൾ പണിഞ്ഞത്. ഓക്കെ അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ നമുക്ക് നേരെ അങ്ങ് കയറ്റിയിടാം, എന്നിട്ട് നാളെ രാവിലെ എടുത്തുകൊണ്ട് പോകാം. ഓക്കെ ചാടിക്കുലുങ്ങി കയറി വരുവാണ്, അധികം ചാട്ടമൊന്നും ഇല്ല. ഓക്കെ നമ്മൾ ടോപ്പ് ലൈറ്റ് വെക്കാത്തത് നന്നായി, ഇല്ലെങ്കിൽ അത് നമ്മുടെ ഗ്യാരേജിൻ്റെ മണ്ടയിലിരുന്നേനെ. ഓക്കെ ഓക്കെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് കയറ്റിയിടാം. ഓക്കെ അത് നമ്മൾ കറക്റ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഈ നാളെ ഇവനെ വന്ന് എടുക്കാം നമുക്ക്. അയ്യോ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇപ്പം ലൈറ്റ് കത്തിച്ചിട്ടിട്ട് പോയേനെ. രാവിലെ ആകുമ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് എല്ലാം തീർന്ന് വണ്ടി സ്റ്റാർട്ടാവാതായേനെ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സിനിസ്റ്ററിൻ്റെ ഓവറോൾ ലുക്ക്. ഓക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിലോ വല്ല സ്റ്റിക്കർ വർക്കോ വല്ലതും ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ നമ്മൾ കർട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളൊരു റെഡ് കളർ കർട്ടനാട്ടോ ഇട്ടേക്കുന്നത്. ആദ്യം നമ്മൾ ഗ്രീൻ ഇടാമെന്നാണ് വിചാരിച്ചത്, ബട്ട് ഗ്രാഫിക്സ് റെഡ് കളർ ആയതുകൊണ്ടാണ് നമ്മൾ റെഡ് കർട്ടനൊക്കെ ഇട്ട് കൊടുത്തത്. ഓക്കെ എന്തായാലും നീ ഇവിടെ കിടക്ക്, നമുക്ക് നാളെ വന്ന് ഷെഡിലോട്ട് പോവാം. ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ അപ്പം ബൈ ബൈ.